ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നിട്ടിപ്പോ ഇവിടെ വേലി തന്നെ വളവ് തന്നെയാണല്ലോ. എന്തൊരു വിരോധാഭാസം. പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ ഈ വിളിച്ചു പറഞ്ഞത് പച്ച മലയാളം. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒരൊറ്റ കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എവിടെ എന്റെ മോള്? ഞാൻ ഇനി എന്ത് ചെയ്യണം? പോലീസിൽ പോയി പരാതി കൊടുക്കണോ? കേസും കൂട്ടവുമായിട്ട് മകളെ തിരക്കി പോലീസും കൂടി ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ മാണിക്കോത്ത് മഹേന്ദ്രന് എന്ത് വേണം? ഒറ്റ രാത്രി കൊണ്ട് മക്കളെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്തവനെന്നുള്ള പട്ടം മാനക്കേട് സഹിച്ച് കൊണ്ട് നടക്കേണ്ടി വരും ഈ ജീവിതകാലം മുഴുവനും. ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. അവരുടെ ഇഷ്ടം മനസ്സിലാക്കി ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ ഇത്രയും വലിയ നാണക്കേടെടുത്ത് തലയെ കയറ്റി വെക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എടി, അതിന് മാണിക്കോത്ത് മഹേന്ദ്രൻ രണ്ടാമതൊന്നുകൂടി ജനിക്കണോടി. അഭിമാനം വിറ്റ് ചോറുണ്ട് കിടക്കാൻ ഈ മഹേന്ദ്രനെ കിട്ടില്ല. എന്നിട്ടിപ്പോ എന്തായി? എല്ലാം പോയില്ലേ? എടി, അതിന് നമ്മളിങ്ങനെ പരസ്പരം തർക്കിച്ചും വഴക്കടിച്ച് നിന്നാ സമയം പോകത്തേ ഉള്ളൂ. രാത്രി പോയതുപോലെയല്ല പകൽ കടന്നു പോകുന്നത്. കടുത്ത എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും മുൻ നടപടികൾ ചെയ്യണം. സ്വാമി, എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നമ്മുടെ ആൾക്കാരോട് ചെല്ലാൻ പറയണം. കളക്ടർ ഒരു പടി മുന്നിൽ കയറി കളിക്കാനേ സാധ്യതയുള്ളൂ. അത് നമ്മൾ മുളയിലെ അങ്ങ് നുള്ളി മാറ്റണം. എടി, നീ രണ്ടെണ്ണത്തിനെ പെറ്റതും പരുന്തും കാലേ പോയതുപോലെ ആയല്ലോടി. ഇനി ചാവുമ്പോ കൊള്ളി വെക്കാൻ വല്ല ബംഗാളികളെ വിളിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ജീവിച്ചിരിക്കുന്ന മക്കളെ കുറിച്ച് ദൈവദോഷം പറയരുത്. എടി, അവർ രണ്ടുപേരും എന്റെ മുന്നിൽ ചത്തതിന് തുല്യവാടി. അങ്ങനെ രണ്ട് മക്കൾ എനിക്കില്ല. കല്യാണ തീയതി വരെ കുറിപ്പിച്ചതാ. എടി, ഇനി ആ അരങ്ങത്ത് തറവാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ശിവകുഞ്ഞിനോട് വിളിച്ചു പറഞ്ഞിട്ട് എന്തായി? അറിയാവുന്ന സ്ഥലങ്ങളെല്ലാം നോക്കാമെന്ന് പറഞ്ഞായിരുന്നോ? പെങ്ങളല്ലേ, തള്ളിക്കളിയില്ലല്ലോ. അവനെ ഓർക്കളച്ചോടുന്നുണ്ടായിരിക്കും. വേണ്ടേ, അവന്റെ ഓട്ടത്തിന്റെ കണക്കൊന്നും ഇവിടെ ആരും പറയണ്ട. ഇപ്പൊ എനിക്ക് സംശയം കള്ളം കപ്പലിൽ തന്നെ ആണോന്ന്. ദേ, അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനെയും കൂടി ഒന്നിച്ചു കൂട്ടി പെട്രോൾ ഒഴിച്ച് ഞാൻ തീയിടും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇതുപോലെ ഭ്രാന്ത് തുള്ളിട്ട് എന്താ സ്വാമി കാര്യം? ഇറങ്ങിപ്പോയ മോള് തിരിച്ചു വരുമോ? ഈശ്വര, ഒരു സമാധാനം ഇല്ലല്ലോ. എവിടെയാണെങ്കിലും എന്റെ മോക്ക് ആപത്തൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. എനിക്ക് പേടിയാവുന്നു പ്രകാശേ. എത്ര നേരം വെച്ചാൽ ഇതിനുള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നത്? നിന്റെ ഏട്ടനല്ലേ നമ്മളോട് ആക്കിട്ട് പോയത്? ഇങ്ങോട്ട് മാറ. ആരാ? ശിവനാ. ഏട്ടൻ വീട്ടിൽ പോയിരുന്നോ? ഇന്നലെ രാത്രി പോയിരുന്നു. അച്ഛൻ ആകെ കലിപ്പില. നിങ്ങളെ രണ്ടുപേരെയും കണ്ട സ്പോട്ടിൽ വെടിവെച്ചു കൊല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രകാശിനെ. കളക്ടർ മേഡത്തോടുള്ള വൈരാഗ്യം മുഴുവൻ പ്രകാശിനോടാണ് അച്ഛൻ ഇപ്പൊ തീർക്കാൻ പോകുന്നത്. ശാലിനി ചേച്ചി എനിക്കെന്റെ സ്വന്തം ചേച്ചിയെ പോലെയാ. വലിയൊരു ദുരന്തം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോ താങ്ങും തണലുമായി നിന്നത് ശാലിനി ചേച്ചിയാ. പഠിത്തം പകുതിക്ക് വെച്ച് നിലയ്ക്കൊന്ന് മനസ്സിലായപ്പോ നീ മറ്റൊന്നും വിചാരിക്കണ്ട, പഠനം മുടക്കണ്ട, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് തോളിൽ തട്ടി ആശ്വാസമൊക്കെ പറഞ്ഞപ്പോ ഞാൻ കണ്ടത് എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ തന്നെയാ. അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടെത്തിച്ചതും ചേച്ചി തന്നെയാ. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ഈ സെന്റിമെന്റ്സ് കഥയൊന്നും അച്ഛന്റെ അടുത്ത് വില പോകില്ലല്ലോ. ഏട്ടാ, അമ്മ പാവം, കരയാനല്ലാതെ അമ്മ മറ്റെന്ത് ചെയ്യാനാ? നീ പോയതില് ഒരുപാട് സങ്കടമുണ്ട്. ആ, ഇതില് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണമുണ്ട്. കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കണം. ഉച്ചയ്ക്ക് ശേഷം രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. അതുവരെ പുറത്തേക്ക് ഇറങ്ങുകയോ ആരുടെ മുന്നിൽ ചെന്ന് ചാടുകയോ ചെയ്യരുത്. ഏത് ഭാഗത്തും നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോയും നോക്കിക്കൊണ്ട് ആളുകൾ നിൽപ്പുണ്ടായിരിക്കുമെന്ന് ഓർക്കണം. പെട്ടുപോയ ഇങ്ങനൊരു കാര്യം പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ചിന്തിക്കുകയും വേണ്ട.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അച്ഛൻ വന്ന് മത്സരത്തിൽ പങ്കെടുക്കണം. ദാ കുഞ്ഞെ ചായ. അമ്മയ്ക്ക് ചായ കൊടുത്തായിരുന്നോ? സത്യാമ്മയ്ക്ക് കൊടുത്തു. ശാരദാമ്മയാണെങ്കി രാവിലെ വീട്ടിൽ പോണെന്നും പറഞ്ഞു പോയി. അമ്മ പോയോ? അതെന്താ അമ്മ പറയാതെ പോയേ? എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയതാ. കുഞ്ഞെണീക്കുമ്പോ പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാര്യം കാണുമല്ലോ, ഇല്ലെങ്കിൽ അമ്മ അങ്ങനെ പറയാതെ പോവില്ല. അപ്പൊ നീ എന്റെ ഫോണിങ്ങെടുത്തേ. മാഡം, ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ട്. റവന്യൂ മന്ത്രി രാവിലെ തന്നെ എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. റവന്യൂ മന്ത്രി കളക്ടറേറ്റിലേക്ക് വരണമെങ്കിൽ കൊണ്ടുവരുന്നവര് നിസ്സാരക്കാരല്ല. അതെ, മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അത്രയും സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആയതുകൊണ്ടാ ഞാൻ രാവിലെ തന്നെ രാമേട്ടനെ വിളിച്ചോണ്ട് പോകുന്നത്. ഇനിയിപ്പോ കളക്ടർ എത്തിയില്ലെന്നുള്ള ബുദ്ധിമുട്ട് വേണ്ട. അനു കയറിയിരിക്കെ. ആ, കളക്ടർ ശാലിനി. ഞാനാണ്. ഞാൻ മഹേന്ദ്രൻ, മാണിക്കോത്തു നിന്നാ. ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രമസമാധാനം നിയന്ത്രിക്കുന്ന ആള് തന്നെയാ. പോലീസുകാരുടെ തലപ്പത്തിരുന്ന് അവരോട് ആജ്ഞാപിക്കേണ്ട ആള്. എന്നിട്ടിപ്പോ ഇവിടെ വേലി തന്നെ വളവ് തന്നെയാണല്ലോ. എന്തൊരു വിരോധാഭാസം. പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ ഈ വിളിച്ചു പറഞ്ഞത് പച്ച മലയാളം. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഒരൊറ്റ കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എവിടെ എന്റെ മോള്? തന്നെ മകൾ ഇവിടെയാണോ നോക്കുന്നത്? എനിക്ക് ഉത്തരം തരേണ്ട ആള് കളക്ടർ മേഡവാ. അവളെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയിരിക്കുന്നത് കളക്ടറുടെ മാനസപുത്രനാ. കളക്ടർ ചെല്ലും ചെലവും കൊടുത്ത് പഠിപ്പിക്കുന്നവൻ എന്റെ മോളെ അടിച്ചോണ്ടാ പോയിരിക്കുന്നത്. രണ്ടിനെയും ഇതിന്റെ അകത്ത് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടോന്നാ എനിക്കറിയേണ്ടത്. ഇത് എന്റെ വീടാ. ഇവിടെ ഞാൻ അറിയാതെ ഒന്നും നടക്കില്ല. തനിക്ക് ഇനി സംശയം അറിയില്ലേ? താൻ പോയി കേസ് കൊടുക്ക്. പോലീസ് വരട്ടെ. കേസിനോ? ഈ മഹേന്ദ്രൻ പോവാനോ? മഹേന്ദ്രൻ ഇതുവരെ ജയിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മഹേന്ദ്രന്റെ മാത്രം ബുദ്ധിയും ശക്തിയും കൊണ്ടാ. ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും. കളക്ടറുടെ ദത്തനിയനെ കൊണ്ട് എന്റെ മകളുടെ വിവാഹം നടത്തിക്കാൻ എന്തെങ്കിലും ലക്ഷ്യം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മഹേന്ദ്രന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ എല്ലാവരും കാണും. ഭീഷണിയാണോ? ഭീഷണിയല്ല, ഒരച്ഛന്റെ അവകാശം. അഡ്രസ്സും അന്തസ്സും ഉള്ള ഒരുത്തന് മകളെ കെട്ടിച്ചു കൊടുക്കണമെന്നുള്ള ഒരു പിതാവിന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് തടയിടാൻ ഒരു IAS കാരിക്കും അവകാശമില്ല. ഇതിപ്പോ എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെയുള്ള മര്യാദ കലർന്ന ഭാഷയാ. പക്ഷേ ഈ മര്യാദ എത്രത്തോളം എന്നിലുണ്ടാവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഇതേ ഒരു വീടാ, കുടുംബമായി താമസിക്കുന്ന വീട്. ഈ വീട്ടിൽ വന്ന് വെല്ലുവിളിക്കുന്നതാണ് നിങ്ങളുടെ മര്യാദയെങ്കിൽ അതെ, ആ മര്യാദ എന്റെ വീട്ടുമുറ്റത്ത് വേണ്ട. ഇറങ്ങിപ്പോകാൻ പറയാത്തത് എന്റെ മര്യാദ. പക്ഷേ ആ ദയ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഒച്ച വെച്ചാൽ കിട്ടിയെന്ന് വരില്ല.